ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. നയനാദർശിൻ്റെ പുതിയ ഭാഗമാണ്. അപ്പം നമ്മുടെ നയനാദർശിൻ്റെ ഭാഗത്തിൽ നമ്മുടെ നന്ദുവിൻ്റെയും അനിയുടെയും കാര്യം നമ്മുടെ നയന അറിഞ്ഞിട്ടുണ്ട്. അപ്പം നയനയ്ക്ക് അതിൻ്റേതായ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എവിടെയാണ് അതിൻ്റെ തുടക്കമെന്നോ അല്ലെങ്കിൽ അവസാനമെന്നോ ഇതെങ്ങനെ പരിഹരിക്കാമെന്നോ എന്നൊന്നും നയനയ്ക്കൊരു ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. മാത്രമല്ല നമ്മുടെ അനിയുടെ കല്യാണം ഫിക്സായി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, മുത്തശ്ശൻ കൊടുത്ത വാക്കാണ്, അപ്പോൾ അതെന്തുകൊണ്ടായാലും മാറ്റാൻ പറ്റില്ല. എനിക്ക് ഈ കല്യാണത്തിൽ നിന്നൊരു അകൽച്ച ഉണ്ടെങ്കിൽ അത് നയന പോയി സംസാരിച്ചെല്ലാം ക്ലിയർ ചെയ്യണം. നയനയും ആദർശം കൂടെ മുന്നിൽ നിന്ന് വേണം ഈ വിവാഹം നടത്താനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നയന മുൻകൈ എടുക്കണം, അനിയയുടെ മനസ്സൊക്കെ മാറ്റണം എന്നൊക്കെ പറഞ്ഞ് നയനയെ പറഞ്ഞതുകൊണ്ട് നയന മുത്തശ്ശിയെ അനുസരിക്കുന്നതുകൊണ്ടും നയനയ്ക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നയനയും കനകയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, അമ്മ ഇത് എപ്പോഴായത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അവൾക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്താ അമ്മ ഇതെവിടെയാണ് പറ്റിയത് എന്ന് കേട്ടപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, മോളെ ഞങ്ങൾ പലവട്ടം പല രീതിയിൽ അവളെ വാൺ ചെയ്തതാണ്. പക്ഷേ നന്ദു ഇങ്ങനെ ആകുമെന്നോ അല്ലെങ്കിൽ അനിയായിട്ട് ഇങ്ങനെ അനിയെ മനസ്സിൽ കൊണ്ടു നടക്കുമെന്നൊന്നും ഞങ്ങളാരും വിചാരിച്ചില്ല. മാത്രമല്ല പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, കാരണവന്മാർ മറ്റൊന്നുമല്ല, എത്ര ഇനി ആയിരുന്നാലും ഒരു ആണിൻ്റെ കൂടെ ഒപ്പം അവർ ഒരുപാടധികം ഇങ്ങനെ അവരെ കൂടാൻ അനുവദിക്കരുത്, അത് ശരിയല്ല എന്ന് പണ്ട് കാരണവന്മാർ പറഞ്ഞിട്ടുണ്ട്. അത് എത്ര ശരിയാന്നൊക്കെ നമ്മുടെ കനക പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല അമ്മ, ഒരു കാര്യം ചെയ്താൽ മതി, വേറൊന്നുമല്ല, ഈ നന്ദുവിൻ്റെ അതായത് നയനയുടെ മനസ്സിൽ തോന്നുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അനിയുടെയും നന്ദുവിൻ്റെയും മനസ്സിൽ രണ്ടു പേർക്ക് ഇഷ്ടം ഉണ്ടാവുമായിരിക്കാം. പക്ഷേ അതവർ പരസ്പരം പറഞ്ഞു കാണത്തില്ല. അനിയുടെ വിവാഹമായപ്പോഴാണ് നമ്മുടെ നന്ദുവും അനിയും എത്രമാത്രം ഇത് ഒരു കഷ്ടതയിലേക്കും അവർക്ക് തുറന്നു പറയാൻ കഴിയാത്തൊരവസ്ഥയിലേക്കും എത്തിയെന്നായിരിക്കും അവർ ചിന്തിച്ചിട്ടുള്ളത്. അല്ലാതെ മറ്റൊന്നുമല്ല, തുറന്നു പറയാൻ കഴിയാത്ത ഒരു രീതിയായിരുന്നു. ഞാൻ വിചാരിച്ചത് അവർ തമ്മിൽ നല്ല ഫ്രണ്ട്സ് ആണെന്നാണ്. പക്ഷേ അവരിത്രയ്ക്കും അടുത്തു പോയി എന്നോ രണ്ടുപേർക്ക് മാനസികാവസ്ഥ ഇത്രയും മാറിപ്പോകുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല എന്നൊക്കെ നമ്മുടെ നയന സങ്കടത്തോടെ പറയുന്നുണ്ട്. എന്നിട്ട് നയന ഇങ്ങനെ സങ്കടത്തിലിരിക്കുമ്പോഴാണ് നമ്മുടെ ജലജയും ദേവയാനിയും കൂടെ വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്താ അതാണെന്നൊക്കെ പറഞ്ഞു നവ്യയുടെ നിർമ്മലിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ പറയുന്നുണ്ട്, നിർമ്മലിൻ്റെ കാര്യം എന്തായാലും ഞങ്ങൾ പോലീസിനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെന്തായാലും ഞങ്ങൾ ആളിനെ ഞങ്ങൾ അറിയും, അന്നേരം അറിയാം ഈ വീട്ടിലുള്ള ആരുണ്ടെന്ന്. അപ്പം നമ്മുടെ ജലജ അത് ഏറ്റുപിടിക്കുകയാണ്, നീ ആരെയടി ഭീഷണിപ്പെടുത്തുന്നത് അതായതെന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, എൻ്റെ നവ്യേച്ചിയെ എല്ലാവരും സംശയിച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അത് തിരിഞ്ഞറിയേണ്ടതൊരു ഉത്തരവാദിത്വം എനിക്കുണ്ടെന്ന്. അപ്പോൾ ദേവയാനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ജലജ പറയുന്നുണ്ട്, അവളുടെ മനസ്സിൽ എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ, അതാണ് അവൾ ഈ തീർക്കുന്നതെന്നൊക്കെ. എന്തായാലും കൊള്ളാം, അവൾ പറയുന്നതല്ലേ ശരി എന്നൊക്കെ നമ്മുടെ ദേവയാനി അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നയന അങ്ങ് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ആദർശ് അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. ആദർശിൻ്റെ അതിന് മുന്നേ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ ആദർശം നയനയും കിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇതെന്താ ഇവിടെയൊക്കെ കിടക്കുന്നത്, നീ എല്ലാം ശരിയാക്കി വെക്കുന്നത്, ഇപ്പം എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കുമ്പോൾ നയന ആവശ്യമില്ലാതെ ആദർശിനോട് ദേഷ്യപ്പെടുകയാണ്. നയനയുടെ ഉള്ളിൽ മൊത്തം നമ്മുടെ നന്ദുവിൻ്റെ അനിയുടെയും കേസാണ്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിലാണ് അവൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട്, ഞാൻ മാത്രമല്ലല്ലോ, ഞാൻ വരുന്നതിന് മുന്നേ ആദർശേട്ടൻ ഇത് ശരിയാക്കി വെച്ചുകൂടായിരുന്നോ, അല്ലെങ്കിൽ ആദർശേട്ടനല്ലേ ഇത് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പം ഞാൻ ചെയ്യണമെന്ന് എന്താ ഇത്ര നിർബന്ധമെന്നൊക്കെ. അപ്പം കാര്യമില്ലാത്ത പറയുന്നുണ്ടെങ്കിലും നന്നായിട്ട് കൊള്ളുന്ന രീതിയിലാണ് നമ്മുടെ നയനയുടെ സംസാരം. അപ്പോൾ ആദർശന് എന്തോ ഒരു വലുത് ഫീല് പോലെ. എന്നിട്ട് നയന അങ്ങ് പോകുന്നുമുണ്ട്. എന്നിട്ടാണ് ഈ ആദർശ് ചെന്ന് മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, മുത്തശ്ശി നയന എന്തെങ്കിലും ഇവിടെ ആരെങ്കിലും വല്ലതും പറഞ്ഞായിരുന്നു, അവൾക്ക് ഭയങ്കര ദേഷ്യം, മോളെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ, എന്താ കാര്യം, അതെനിക്കറിയില്ല, അതാണ് ഞാൻ വന്ന് ചോദിച്ചത്. അപ്പോഴും മുത്തശ്ശൻ പറയുന്നുണ്ട്, ഭാര്യയുടെ കാര്യം എന്താ അവൾക്ക് പറ്റിയെന്നുള്ളത് നിനക്കറിയത്തില്ലെങ്കിൽ പിന്നെ ഇവിടെ ആർക്കും അറിയാനുള്ളത്, നീ പിന്നെ എന്ത് ഭാവിച്ചായി നടക്കുന്നത്, അവളുടെ കാര്യം അറിയേണ്ടത് നീയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആദർശിനെ വഴക്ക് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഞാൻ അന്ന് അവളെ വീട്ടിൽ പോയപ്പോൾ പിന്നെ മുത്തശ്ശിയും കരുതി ഞാൻ വിളിച്ചിട്ട് വന്നത്, കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതൊന്നും നീ കാര്യമാക്കണ്ട, ഞങ്ങൾക്കിപ്പോൾ മോളിപ്പോൾ പോയെന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല, വേറെ കുഴപ്പമൊന്നുമില്ല, മോള് പോകാനായിട്ട് ഇറങ്ങുകയാണെങ്കിൽ ഞങ്ങളാരും നിർബന്ധിക്കത്തുമില്ല, മോള് പോകട്ടെ എന്ന് വിചാരിക്കും, മോൾക്ക് എവിടെയാണോ സന്തോഷം കിട്ടുന്നത് അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിക്കും. മാത്രമല്ല ഇപ്പോഴും സ്വന്തം അച്ഛനെയും കൂടപ്പറപ്പുകളെയും നല്ല രീതിയിൽ നോക്കുന്ന മോളെ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ എല്ലാ വീടുകളിലും ഓരോ മരുമക്കളുണ്ട്, എല്ലാവരും അവരുടെ കാര്യങ്ങൾ മാത്രമാണ്. ഇത് ഇവിടെ അങ്ങനെയല്ലല്ലോ നമ്മുടെ നയന ചെയ്യുന്നത്. അവൾ ഈ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, എല്ലാവരെയും അറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്, ഓരോരുത്തർക്കും വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവൾ മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവൾ ഇവിടെ ആ കുട്ടിക്ക് ഒരു ഭാര്യ എന്നുള്ളൊരു പരിഗണന നീ കൊടുക്കാറില്ല, അപ്പോൾ അതുകൊണ്ട് എന്തായാലും അവൾ പോകുന്നെങ്കിൽ പോകട്ടെ എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുമെന്നൊക്കെ ഹരിമുത്തശ്ശൻ പറയുന്നുണ്ട്. എന്നിട്ട് അപ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഇവരും ഇപ്പോൾ ഇങ്ങനെയായോ, എന്താ ചെയ്യുക എന്നൊക്കെ പറയും. എന്നിട്ട് ഈ ആദർശ ഇടയ്ക്ക് നമ്മുടെ കിരൺ പറഞ്ഞ കാര്യം, അതായത് രണ്ടുപേരും കൂടി ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരുമ്പോൾ ഒരാളങ്ങ് ഒതുങ്ങി
ഇറങ്ങി പോകുന്നത് നല്ലത്, അപ്പോൾ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ ചാൻസ് ഒന്നും ഇല്ലയെന്ന് കിരൺ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ നമ്മുടെ ആദർശ് ഓർക്കുന്നുണ്ട്. എന്നിട്ട് നയന അങ്ങ് പോകുമ്പോൾ ഇവർക്ക് എന്ത് പറ്റി എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അതിന് ശേഷം പിന്നെ വരുന്നത് മുത്തശ്ശിയും കൂടെ പറയുകയാണ്, മോക്ക് എന്താണോ ദേഷ്യം? ഇപ്പം മുത്തശ്ശി അറിയില്ല, എന്തായാലും നമുക്ക് കാണാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിനിടയിൽ നമ്മുടെ അനിയോട് നയന ചെന്ന് ചോദിക്കുന്നുണ്ട്, നിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്ന്. എന്തായാലും അനാമികയായിട്ടുള്ള കല്യാണം ഫിക്സ് ചെയ്തു, അപ്പോൾ ആ കല്യാണം നീ മാറ്റാൻ നോക്കണ്ട, അതെന്തായാലും നടക്കുക. കുട്ടി വീട്ടിൽ വന്നു കയറുന്ന മരുമകളാണ്, അത് യോഗ്യതയും നിലയ്ക്കും വിലയ്ക്കും അനുസരിച്ച് നിങ്ങളുടെ മരുമകളാണ് എന്നൊക്കെ നമ്മുടെ നയന പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ജലജയും പിന്നെ ദേവാനിയും കൂടെ സംസാരിക്കുന്നുണ്ട്. അവൾ പോകുന്നെങ്കിൽ പോകട്ടെ ഏട്ടത്തി, നമുക്കിവിടെ എന്താ, നമ്മൾ ജീവിക്കാൻ പറ്റത്തില്ലേ, അവൾ പോകണമെങ്കിൽ പോട്ടെ, എനിക്കും എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ ആദർശ് അവിടെ വരുന്നുണ്ട്. ആദർശ് പറയുന്നുണ്ട്, എന്തിനാ അമ്മ അവളെ കുറ്റപ്പെടുത്തുന്നത് വെറുതെ എന്നൊക്കെ പറഞ്ഞ് ആദർശിനെ എനിക്ക് സപ്പോർട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അന്നേരം പിന്നെ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അവൾ കാരണമാണ് നമ്മുടെ കമ്പനിക്ക് ഇത്രയും കോടി ബിസിനസ്സിൻ്റെ ലാഭം ഉണ്ടായത്, അതുകൊണ്ട് അവൾ എന്തിനാ എല്ലാവരും കൂടെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഏഷ്യനെ കൂട്ടി കൊടുക്കുകയാണ് നമ്മുടെ ജലജ ദേവയാനിയോട്. അങ്ങനെ ദേവയാനി അങ്ങനെ നിൽക്കുന്ന ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഇത് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, ലൈക്ക് തരണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, താങ്ക് യു.